ബിസിനസ് ഗ്രൂപ്പിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇ സ്റ്റാമ്പിംഗ് പദ്ധതി പൂർണ്ണമായി കഴിഞ്ഞു എന്നുള്ള വിവരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പങ്കുവെക്കുന്നത്. ഈ സ്റ്റാമ്പിംഗ് പദ്ധതി എന്ന് പറഞ്ഞാൽ മുദ്രപത്രങ്ങളെല്ലാം തന്നെ ഇലക്ട്രോണിക്സ് രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഓൺലൈനായി തന്നെ നമുക്ക് ഇനി ഈ സ്റ്റാമ്പിംഗ്, അതായത് മുദ്രപത്രങ്ങൾ, സ്റ്റാമ്പ് പേപ്പറുകൾ ലഭിക്കും. കേരളത്തിൽ എവിടെയും കിട്ടും. ഏത് തുകയ്ക്കുള്ള ഈ മുദ്രപത്രങ്ങളും നമുക്ക് ഓൺലൈനായി ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. പക്ഷേ നമുക്ക് സ്വന്തം നിലയിൽ ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു വെണ്ടർമാർ വഴി മാത്രമേ നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് കിട്ടുകയുള്ളൂ. വെണ്ടർമാർക്കൊക്കെ ഈ തൊഴിൽ നഷ്ടം സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി സർക്കാർ നടത്തിയിട്ടുള്ള ഒരു ആനുകൂല്യമാണ് ഇത്. അതായത് നമുക്ക് മുദ്രപത്രം ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല എന്ന നിബന്ധനയോടുകൂടിയാണ് ഇത് നടപ്പാക്കിയിരിക്കുന്നത്. അപ്പോൾ പൊതുജനങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഈ സ്റ്റാമ്പിംഗ് പദ്ധതി മുഖേന ഒരു മുദ്രപത്രം ഡൗൺലോഡ് ചെയ്ത് കിട്ടില്ല. പകരം വെണ്ടർമാരെ അടുക്കൽ പോയി എത്ര തുകയാണോ നമുക്ക് മുദ്രപത്രത്തിന് വേണ്ടത് അത് കൊടുത്ത് ആ മുദ്രപത്രം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് അവർ എടുത്തു തരും. അത് നമുക്ക് ഉപയോഗിക്കാം. നിലവിൽ പലപ്പോഴും 100 രൂപയുടേത് കിട്ടിയെന്ന് വരില്ല, ചിലപ്പോൾ 500ൻ്റെ കിട്ടിയെന്ന് വരില്ല. അങ്ങനെ പലതരത്തിലുള്ള മുദ്രപത്രങ്ങളുടെ ക്ഷാമം നമുക്ക് ഉണ്ടാകാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അധിക വില കൊടുത്തിട്ടാണ് മുദ്രപത്രങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നത്. ഇനി മുതൽ അങ്ങനെ വേണ്ട. എല്ലാ തുകയ്ക്കുള്ള മുദ്രപത്രങ്ങളും ഓൺലൈൻ വഴി നമുക്ക് കിട്ടും എന്നുള്ളതാണ്. പേപ്പർ എന്ന് പറയുന്ന സാധനത്തിലൂടെ കൈമാറ്റങ്ങൾക്ക് പകരം ഓൺലൈൻ സംവിധാനത്തിലൂടെ ഈ സ്റ്റാമ്പ് പേപ്പർ നമുക്ക് ലഭിച്ചു വരുന്നു എന്നുള്ളതാണ് ഇനി മുതലുള്ളത്. നേരത്തെ തന്നെ ഏകദേശം 5 ലക്ഷത്തിന് മുകളിൽ ഉള്ള മുദ്രപത്രങ്ങളാണ് ഈ സ്റ്റാമ്പിങ്ങിൻ്റെ പരിധിയിൽ കൊണ്ട് വന്നത്. ഇപ്പോൾ അതല്ല, എല്ലാ തുകയും 5 ലക്ഷത്തിന് താഴെയുള്ള തുകയ്ക്കും ഈ സ്റ്റാമ്പിംഗ് മുഖേന മുദ്രപത്രം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നു എന്നുള്ളതാണ്. ഏത് വിലക്കുള്ളതും നമുക്ക് കിട്ടുന്നു, അച്ചടിക്കുന്നില്ല. പകരം ഓൺലൈൻ സംവിധാനത്തിലൂടെ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നു എന്നുള്ളതാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. പഴയ പല നമ്മുടെ ആധാരങ്ങളും ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കിയ സ്ഥലത്ത് അത് നമുക്ക് ഡിജിറ്റൽ രൂപത്തിൽ നമുക്ക് ഓൺലൈനായി കിട്ടും. ആധാരത്തിൻ്റെ പകർപ്പുകൾ, പഴയ പ്രമാണങ്ങളുടെ പകർപ്പുകളൊക്കെ വേണം എന്നുള്ളവർക്ക് ഓൺലൈനായി നമുക്ക് ലഭിക്കുന്ന സംവിധാനവും നിലവിൽ വന്നിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് കഴിയും എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഏറ്റവും പുതിയ വാർത്ത. ഇതുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള വാർത്ത. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് മുദ്രപത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഇത് പ്രിൻ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് പ്രസ്സിലാണ്. യഥാർത്ഥത്തിൽ ട്രഷറി വഴിയാണ് അത് കൈമാറ്റം ചെയ്യുന്നത്. ട്രഷറിക്കാണ് ഇതിൻ്റെ സാമ്പത്തികപരമായ നിയന്ത്രണങ്ങൾ ഒക്കെ ഉള്ളത്. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ടൂൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സ്റ്റാമ്പിംഗ് കേരളത്തിൽ നിലവിൽ വന്നു എന്നുള്ള വിവരം ഇന്നത്തെ എപ്പിസോഡിൽ പങ്കുവെക്കുന്നു. നന്ദി.